കൂട്ടുകാരെ എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ബ്രൂണോ ദ പപ്പി അല്ലേ. അപ്പോൾ ഒരു നായ്ക്കുട്ടിയുടെ പേരാണ് എന്ത്, ബ്രൂണോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വികൃതികളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രൂണോ ദ പപ്പി. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ എന്താ കാണുന്നത്, ഒരു നായ്ക്കുട്ടി അല്ലേ. ആരുടെ പിന്നാലെയാ, ബലൂൺ മാൻ്റെ പിന്നാലെ. അപ്പൊ ബലൂൺ കാണുമ്പോൾ അത് ക്രേസി ആയിട്ട് അതിന്റെ പിന്നാലെ പോവുകയാണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ്, സ്റ്റാർട്ടിംഗ് വിത്ത് ദ യൂണിറ്റ് 1 ബ്രൂണോ ദ പപ്പി. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പൊ ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്, ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് ദ ബോൾ. വാട്ട് ഈസ് ബോയ് ഡൂയിങ്? ആ കുട്ടി എന്താ ചെയ്യുന്നത്? ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് ദ ബോൾ അല്ലേ, ഒരു ബോൾ പന്ത് കളിക്കുക. വിൽ ദ പപ്പ് ബ്രിങ് ദ ബോൾ ബാക്ക്? അപ്പൊ ഈ നായ്ക്കുട്ടി ആ ബോൾ തിരിച്ചു കൊണ്ടുവരുമോ? യെസ്, ഇറ്റ് വിൽ ബ്രിങ്. Okay, Bruno, go and fetch the ball. അപ്പോൾ fetch the ball means ആ ബോൾ ഇങ്ങോട്ട് കൊണ്ടുപോയോ. സച്ചിൻ called out to his puppy. അല്ലേ, സച്ചിൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അപ്പോൾ സച്ചിന് ബ്രൂണോനെ വിളിച്ചിട്ട് ആ ബോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുക. ബ്രൂണോ rush towards the ball. ബ്രൂണോ എന്ത് ചെയ്തു, ആ ബോളിന്റെ അടുത്തേക്ക് ചെന്നു. He came back with the ball. ബോളുമായിട്ട് തിരികെ വന്നു അല്ലേ. He wagged his tail. വാലാട്ടിക്കൊണ്ടിരുന്നു. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലേ, നീ ചെയ്തത് നന്നായി, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, സുഹൃത്ത്. ലെറ്റ്സ് ഗോ. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. നമുക്ക് പോവാം. സച്ചിൻ എന്ത് ചെയ്തു, ബ്രൂണോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡു യു പ്ലേ വിത്ത് യുവർ പെറ്റ്സ്? യെസ്, നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സുമായിട്ട് കളിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. നെയിം സം ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ പെറ്റ്സ്. That is, what are the games you play with your pets? It is, games means ball throwing. That is one of the games they all will do. Okay, ball throwing game. Then coming to the next page. Okay, coming to the next page, you can see Bruno running to the gate. അപ്പോൾ ബ്രൂണോ എവിടേക്കാ പോണേ? ബ്രൂണോ ഗേറ്റിന്റെ അടുത്തേക്കാ പോണത് അല്ലേ. Why is Bruno running to the gate? ഗേറ്റിന്റെ അടുത്തേക്ക് എന്താ ബ്രൂണോ പോവാൻ കാരണം? Hearing the sound of fish seller, he rushed. Okay, hearing the sound of the fish seller, he rushed towards the gate അല്ലേ. അപ്പൊ മീനുമായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സൗണ്ട് കേട്ടിട്ടാണ് എന്ത് ചെയ്തത്, ബ്രൂണോ ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നത്. What's that sound? Oh, a fish seller. അപ്പൊ ആ സൗണ്ട് എന്താണ്, ഒരു മീൻ കച്ചവടക്കാരൻ്റെ ആയിരുന്നു അല്ലെ. ബ്രൂണോ ran towards the gate. ബ്രൂണോ എന്ത് ചെയ്തു, ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നു. The gate is open. സച്ചിൻ ran after Bruno. ഗേറ്റ് എന്താണ്, തുറന്നിരിക്കുകയായിരുന്നു. അപ്പൊ സച്ചിന് വേഗം ബ്രൂണോയുടെ അടുത്തേക്ക് ചെന്നു. Bruno, don't go out. സച്ചിൻ shouted. ഗേറ്റ് തുറന്ന കാരണം എന്ത് പറ്റി, ബ്രൂണോ ആ മീൻകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ പിന്നാലെ പോവാണ്. ബട്ട് ബ്രൂണോ റാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ്. അവൻ ആ ഗേറ്റിന്റെ പുറത്തേക്ക് പോയി. സച്ചിൻ became sad. സച്ചിൻ ഇത് കണ്ടപ്പോ എന്തായി, വിഷമം തോന്നി അല്ലെ. ഫാദർ, സച്ചിൻ കോൾഡ് ഔട്ട്. അപ്പൊ സച്ചിൻ എന്ത് ചെയ്തു, അച്ഛനെ വിളിച്ചു. വാട്ട് വിൽ സച്ചിൻ ഡു നൗ? സച്ചിൻ ഗോ ഔട്ട് ഇൻ സെർച്ച് ഓഫ് ബ്രൂണോ അല്ലെ. സച്ചിൻ ഇനിയിപ്പോ എന്താ ചെയ്യാ, പുറത്തു പോവും. എന്തിനന്വേഷിച്ച്? ബ്രൂണോനെ അന്വേഷിച്ച് പുറത്തു പോവും. Will his father help Sachin? Father അവനെ ഹെൽപ്പ് ചെയ്യോ, സച്ചിനെ ഹെൽപ്പ് ചെയ്യോ? Yes, father will help Sachin. Okay. What is Sachin asking the woman? സച്ചിൻ ആ സ്ത്രീയോട് എന്താ ചോദിക്കുന്നത്? സച്ചിൻ is asking whether she saw that puppy. Okay. അപ്പൊ സച്ചിൻ എന്താ ചോദിക്കുന്നത്, ആ നായ്ക്കുട്ടീനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. Did you see my puppy? സച്ചിൻ asked a woman on the street. അപ്പൊ ആ സ്ട്രീറ്റിലുള്ള ഒരു സ്ത്രീയോട് സച്ചിന് എൻ്റെ നായ്ക്കുട്ടീനെ കണ്ടോ എന്ന് ചോദിക്കുക. Yes, I just saw one running to the park, said the woman. ഞാൻ ഇപ്പൊ കണ്ടേയുള്ളൂ, ഒരു പട്ടിക്കുട്ടി ആ പാർക്കിലേക്ക് പോണത് ഞാൻ ഇപ്പൊ കണ്ടേയുള്ളൂ. Where is the park? അപ്പൊ അവൻ ചോദിക്കുക, എവിടെയാ പാർക്ക്? It's not far from here. Go straight. It's near the bus stand. ഇവിടെ അടുത്ത് തന്നെയാണ്, നേരെ പോവുക, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. Said the woman pointing to the park. ആ പാർക്കിലേക്ക് ചൂണ്ടിയിട്ട് ആ സ്ത്രീ പറഞ്ഞു. Thank you. Sachin and his father hurried to the park. അപ്പോൾ അവർ വിഷ് ചെയ്തിട്ട്, താങ്ക് യു വിഷ് ചെയ്തിട്ട് സച്ചിനും ഫാദറും എന്ത് ചെയ്തു, പാർക്കിലേക്ക് പോയി. Will Sachin and his father find Bruno in the park?
പിന്നെ നേരെ അവർ എവിടേക്കാ പോണേ? പാർക്കിലേക്ക് അല്ലേ? ആ പാർക്കിലേക്ക് പോകുമ്പോൾ അവർ ബ്രൂണോനെ കാണുമോ? ബ്രൂണോ അവിടെ ചെന്നു അല്ലേ? ഹാവ് യു എവർ ബീൻ ടു എ പാർക്ക്? നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിൽ പോയിട്ടുണ്ടോ? യെസ്, എവരിവൺ ഹാവ് സീൻ ദ പാർക്ക്. വാട്ട് ഡു യു സീ ഇൻ ദ പാർക്ക്? നമ്മൾ പാർക്കിൽ എന്തൊക്കെയാ കാണാ? കളിക്കാൻ കുറേ സാധനങ്ങൾ കാണും അല്ലേ? മെനി തിങ്സ് ടു പ്ലേ. വാട്ട് വിൽ ബ്രൂണോ ഡു ഇൻ ദ പാർക്ക്? അപ്പൊ ബ്രൂണോ പാർക്കിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈസ് പ്ലേയിങ് ഇൻ ദ പാർക്ക്. അവൻ അവിടെ കളിക്കുകയായിരുന്നു. വാട്ട് എ നൈസ് പ്ലേസ്. ബ്രൂണോ റാൻ അറൌണ്ട് ദ പാർക്ക്. അപ്പൊ പാർക്ക് കണ്ടപ്പോ ബ്രൂണോന് നല്ല ഇഷ്ടമായില്ലേ? എന്ത് രസമുള്ള സ്ഥലം അത്. സാറ്റ് ഓൺ ദ സ്വിങ്. ഊഞ്ഞാലില് അവൻ കേറിയിരുന്നു. ദ സ്വിങ് മൂവ് ട്രൂ ആൻഡ് ഫ്രോ. ഹി ജംപ് ഡൗൺ ദ സ്വിങ്. അപ്പൊ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായി നീങ്ങിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് അവൻ ചാടി എണീറ്റു. ഓ, എ സ്ലൈഡ് അല്ലേ? ഒരു ഉരുസല്. ഹി ക്ലൈംബ് അപ്പ് ആൻഡ് സ്ലൈഡ് ഡൗൺ. അതിന്റെ മുകളിലേക്ക് കയറി അവൻ ഉരുസിക്കൊണ്ടിരുന്നു. ഹി റോൾഡ് ഓൺ ദ ഗ്രാസ്. ഹൈ ക്ലൈംബർ. ഹി ക്ലൈംബ് അപ്പ്. അപ്പോൾ അതിലെന്താണ്? മുകളിലേക്ക് കയറാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതിലൊക്കെ അവൻ ചുറ്റിക്കയറി. ബ്രൂണോ ദെൻ ജംപ് ഡൗൺ ടു എ ബെഞ്ച്. ഗോ എവേ ഷൗട്ടഡ് ബൈ എ ബോയ്. അപ്പോഴാണ് വേഗം എന്താണ് അതിൽ നിന്ന് ചാടിയിട്ട് അവൻ ഒരു ബെഞ്ചിൽ, അവിടെ ഇരിക്കുന്ന ബെഞ്ചിലേക്ക് എടുത്തു ചാടിയത്. അപ്പൊ അടുത്തുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? ഗോ എവേ, കടന്നു പോ ഇവിടെന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാണ് അല്ലേ? കാരണം പുറമേ നിന്ന് കാണുന്നവർക്ക് ദാറ്റ്സ് ആൻ ഓർഡിനറി പപ്പ്. ഓക്കെ, സോ ദേ സ്റ്റാർട്ടഡ് ഷൗട്ടിങ് അറ്റ് ഇറ്റ്. ബ്രൂണോ റാൻ ഓഫ്. ബ്രൂണോ വേഗം ഓടിപ്പോയി. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ പാർക്ക്? യെസ്, വി ലൈക്ക് all like playing in the park. Which rides and games do you like to play in a park? ഏതാണ് ഏറ്റവും ഇഷ്ടം? Slide and also the seesaw. You can write your own. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. Will Sachin find Bruno? No, they could not find. അല്ലേ? ഇവിടെ അവര് പാർക്കിൽ എത്തുമ്പോഴേക്കും ബ്രൂണോനെ കാണുമോ? ഇല്ല, അവിടെ അവര് കാണില്ല. Sachin and his father could not find Bruno anywhere. സച്ചിനും അവന്റെ അച്ഛനും എന്താണ്? ബ്രൂണോനെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. Did you see a puppy? Sachin asked a boy. അപ്പൊ ആ അവിടെ ഇരിക്കുന്ന പയ്യനോട് സച്ചിൻ ചോദിക്കുക, നീ ഒരു പട്ടിക്കുട്ടീനെ ഇവിടെ കണ്ടോ? Is it a white puppy with black spots? അപ്പൊ അതൊരു വൈറ്റ് കളറിൽ ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ളതാണോ? The boy asked. ആ ബോയ് ചോദിച്ചു. Yes, which way did it go? ഏത് വഴിയാണ് അത് പോയത്? That way to the right. അല്ലേ? ആ വഴി പോയി റൈറ്റിലേക്ക്. Said the boy pointing to a shop. ഒരു കട ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവനത് പറഞ്ഞത്. Who did Sachin and father meet? What did they ask? അപ്പൊ സച്ചിനും ഫാദറും ആരെയാ കണ്ടത്? They met a boy. എന്താ അവര് ചോദിച്ചത്? Did they saw Bruno? അല്ലെ? പട്ടിക്കുട്ടീനെ കണ്ടോ എന്നാ ചോദിച്ചത്. Where is Bruno now? Going back to the balloon man. അപ്പൊ ബ്രൂണോ എവിടെയാണ്? ഇപ്പൊ ഒരു ബലൂൺ മാനിനെ കണ്ടപ്പോ അതിന്റെ പിറകിലൂടെ പോവുകയാണ് അല്ലെ? Bruno is going after someone. Who is he? ബ്രൂണോ ഇപ്പൊ ആരുടെയോ പിറകിലേക്ക് പോവുകയാണ്. ആരാണ് അദ്ദേഹം? ബലൂൺ മാൻ അല്ലേ? ബലൂണുമായിട്ട് പോണ ആള്. വാട്ട് ഈസ് ബ്രൂണോ ജമ്പിങ് അറ്റ്? ബ്രൂണോ എന്തിനെ നോക്കിയിട്ടാ ചാടുന്നത്? ബലൂണിനെ നോക്കിയിട്ടാണ് ബ്രൂണോ ചാടുന്നത്. ഹോ, ഹൗ ബ്യൂട്ടിഫുൾ. ബ്രൂണോ ലുക്ക്ഡ് അറ്റ് ദ ബലൂൺസ്. അപ്പൊ ബലൂണിനെ നോക്കിയിട്ട് ബ്രൂണോ പറയുകയാണ്, എന്ത് ഭംഗിയുള്ള ബലൂണുകളാണ്. ദ ബലൂൺസ് were bouncing up and down. അപ്പൊ അയാൾ നടക്കുമ്പോൾ എന്താണ്? ബലൂൺസ് ബൗൺസിങ് മീൻസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കില്ല, എയറിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ബ്രൂണോ ട്രൈ ടു ക്യാച്ച് സം. ബ്രൂണോ എന്ത് ചെയ്തു? അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബാങ്ക്, ബലൂൺ ബേസ്റ്റ്. പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? അതിന്റെ നഖം തട്ടിയിട്ട് ഒരു ബലൂണ് പൊട്ടി, ബേസ്റ്റ്. ബൗ ബൗ. ബ്രൂണോ റാൻ അവേ ഫ്രൈറ്റൻഡ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ മനുഷ്യൻ പോന്ന് പറഞ്ഞിട്ട് അതിനെ ഓടിപ്പിക്കുകയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ബ്രൂണോന് പേടിയായി ഇത് കേട്ടപ്പോ. വൈ വാസ് ബ്രൂണോ ഫ്രൈറ്റൻഡ്? ഹിയറിംഗ് ദ സൗണ്ട് ഓഫ് ബേസ്റ്റിംഗ് ബലൂൺ. അല്ലെ? ബലൂൺ ബേസ്റ്റ് ചെയ്തപ്പോ തന്നെ എന്ത് പറ്റി? അവൻ ആകെ പേടിച്ചു. പിന്നെ കൂടാതെ എന്താ? The man also told him to go away. Will Sachin meet the balloon man? സച്ചിൻ ആ ബലൂൺ മാനെ കാണുമോ? Yes, he will definitely see the balloon man. Then what else? What will Sachin ask the balloon man? Whether he saw his puppy. അല്ലേ? അപ്പൊ വാട്ട് വിൽ സച്ചിൻ? സച്ചിൻ എന്താ ചോദിക്കുക? അവരുടെ പപ്പീനെ അവർ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വൈ ഇസ് ദ ബലൂൺ മാൻ ആംഗ്രി?
ബലൂൺ മാൻ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടിരിക്കുന്ന? ഹി ബേസ്റ്റ് വൺ ബലൂൺ. അവൻ ഒരു ബലൂണ് പൊട്ടിച്ചു. ബലൂൺ മാൻ ഡിഡ് യു സീ എ പപ്പി? സച്ചിൻ ആസ്റ്റ്. ബലൂൺ മാൻ ചോദിക്കാം അല്ലേ, സച്ചിൻ ബലൂൺ മാനോട് ചോദിക്കാം, ഞങ്ങള് എന്റെ നായ്ക്കുട്ടീനെ കണ്ടോ? വാസ് ഇറ്റ് യുവർ പപ്പി? അത് നിന്റെ നായ്ക്കുട്ടിയായിരുന്നോ? ഇറ്റ് ബേസ്റ്റ് ഔട്ട് മൈ ബലൂൺസ്. അത് എന്റെ എന്ത് പൊട്ടിച്ചു? ബലൂണ് പൊട്ടിച്ചു. ഹി ലുക്ക് ക്വൈറ്റ് ആംഗ്രി. അതിനെന്താ? അപ്പോ അയാൾക്ക് പെട്ടെന്ന് അയാളത് പറയുമ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു അല്ലെ. സോറി അങ്കിൾ, വി വിൽ പേ ഫോർ ഇറ്റ്. അപ്പോ ക്ഷമിക്കണം, അതിനുള്ള പൈസ ഞങ്ങൾ തരാം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ സോ യുവർ പപ്പി ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. അത് സാരില്ല, ഞാൻ നിങ്ങളുടെ പട്ടിക്കുട്ടീനെ ആ പച്ചക്കറി കടയുടെ അവിടെ കണ്ടു. വേർ ഇസ് എ വെജിറ്റബിൾ ഷോപ്പ്? സച്ചിൻ ആസ്റ്റ്. ആ പച്ചക്കറി കട എവിടെയാണ്? സച്ചിൻ ചോദിച്ചു. ഗോ സ്ട്രെയിറ്റ് ദെൻ ടേൺ ലെഫ്റ്റ്. അല്ലെ, നേരെ പോയിട്ട് പിന്നെ എവിടേക്കാ പോകേണ്ടത്? ലെഫ്റ്റിലേക്ക് തിരിയുക. സെറ്റ് ദ ബലൂൺ മാൻ. ബലൂൺ മാൻ പറഞ്ഞു. താങ്ക് യു അങ്കിൾ, സച്ചിൻ സെറ്റ്. സച്ചിൻ എന്ത് പറഞ്ഞു? താങ്ക് യു എന്ന് പറഞ്ഞു അല്ലെ. വേർ ഇസ് ബ്രൂണോ നൗ? ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. അപ്പൊ ബ്രൂണോ എവിടെ ഇപ്പോ? വെജിറ്റബിൾ ഷോപ്പിന്റെ ഫ്രണ്ടില്. വാട്ട് വിൽ ബ്രൂണോ ഡു ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ്? അപ്പൊ അവൻ അവിടെ എന്താ ചെയ്യുന്നത്? ഹീസ് ജമ്പിങ് അല്ലെ, jumping around the vegetables. What he is doing is jumping around the we can write here jumping around bicycles. No, jumping around vegetables. Okay, jumping around the vegetables. Then what is Bruno doing in the picture? അടുത്ത പേജിലേക്ക് നമ്മൾ പോയി അല്ലേ. What is Bruno doing in the picture? Jumping on each vegetable. ഓരോ വെജിറ്റബിളിന്റെ മേലെ കൂടിയും ചാടിക്കേറി കൊണ്ടിരിക്കുകയാണ്. Name the vegetables you see in the shop. So what all vegetables we see in the shop? We saw elephant. Yeah. What is that? Chena അല്ലേ. Then pumpkin also we saw. Pumpkin, that is matanga. Then what? Potato. Then you can write everything. Radish, le, pinne cabbage, tomato, everything is there. You can write. Then coming to the next session, Bruno ran to the vegetable shop. Hi, a ball. Bruno get the potato. അപ്പം എന്താണ്? പൊട്ടറ്റോ കണ്ടപ്പോൾ എന്താണ്? ഒരു ബോളായിട്ട് അവനത് തോന്നിയത് അല്ലേ. അവൻ എന്ത് ചെയ്തു? കാലുകൊണ്ടൊന്ന് തട്ടി. ഇറ്റ് വെന്റ് അണ്ടർ എ ബോക്സ്. അത് ഒരു ബോക്സിന്റെ അടിയിലേക്ക് പോയി. ഉരുളക്കിഴങ്ങിനെ കണ്ടപ്പോഴാണ് ഒരു ബോളിനെ പോലെ തോന്നിയത്. ദെൻ ഹി ജംപ്ഡ് ഓൺ ടു എ പംകിൻ. പിന്നെ എന്ത് ചെയ്തു? ചാടിയിട്ട് മത്തങ്ങയുടെ മേലെ കയറിയിരുന്നു. സ്റ്റാർട്ടഡ് റോളിങ്. അവൻ കയറിയിരുന്നപ്പോൾ തന്നെ അത് റോൾ ചെയ്യാൻ തുടങ്ങി. ഹൈ റെഡ് ബോൾസ്. ഹി ക്ലൈംബ്ഡ് ഓൺ ദ ബോക്സ് ഓഫ് ടൊമാറ്റോസ്. അപ്പോൾ നല്ല ചുവപ്പ് നിറങ്ങൾ അല്ലേ. ഇപ്പൊ എന്ത് ചെയ്തു? ആ ബോക്സ്, തക്കാളി ബോക്സിന്റെ മേലെ കയറിയിരുന്നു. ഇറ്റ് ഫെൽ ഡൗൺ. അത് താഴെ വീണു. ടൊമാറ്റോ സ്കാറ്റേർഡ് ഓൾ ഓവർ ദ ഫ്ലോർ. തക്കാളി എന്ത് ചെയ്തു? നിലത്ത് ഫുള്ളായിട്ട് വീണു. ഹേ നോട്ടി ഡോഗ്, ഗെറ്റ് ഓഫ് ഫ്രം ഹിയർ. അപ്പൊ ഇത് കണ്ട വഴിക്ക് ആ കടയിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഡോഗിനോട് പറഞ്ഞു. ദ വെജിറ്റബിൾ സെല്ലർ ഷൗട്ടഡ് ആൻഡ് റേസ്ഡ് എ സ്റ്റിക്ക്. അല്ലേ, ഒച്ചയിടുക മാത്രമല്ല, ഒരു വടി വെച്ചിട്ട് അടിക്കാനും തുടങ്ങി. ബ്രൂണോ റാൻ ഓഫ്. നായ്ക്കുട്ടി എന്ത് ചെയ്തു? അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോയി. വാട്ട് ആർ ദ മിസ്ചീഫ് ഡൺ ബൈ യുവർ പെറ്റ്? അപ്പൊ എന്തൊക്കെ വികൃതികളാണ് ആ ബ്രൂണോ അവിടെ ചെയ്തത്? ഡാമേജ് ദ വെജിറ്റബിൾസ് അല്ലെ. എല്ലാ വെജിറ്റബിൾസിനെയും ഡാമേജ് ചെയ്യാൻ നോക്കി, നശിപ്പിക്കാൻ നോക്കി. വിൽ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഫൈൻഡ് ബ്രൂണോ ദേർ? നോ, ദേ കുഡ് നോട്ട് ഫൈൻഡ് ബ്രൂണോ ദേർ. അവിടെ അവര് ബ്രൂണോനെ കണ്ടില്ല. വാട്ട് വിൽ ദ വെജിറ്റബിൾ സെല്ലർ ടെൽ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ? ഡിഡ് ഹി ബീറ്റ് ബ്രൂണോ? അല്ലെ, എന്താ പറയുക? സച്ചിൻ ഫാദറിന്റെ അടുത്ത് എന്താ പറയാ? ദാറ്റ് ഈസ് ബ്രൂണോ ഡാമേജ് ദെയർ വെജിറ്റബിൾസ് അല്ലെ. ആൻഡ് ഹി ഷൗട്ടഡ് അറ്റ് ദ മാൻ, സ്കോൾഡഡ്. ഡിഡ് ഹി ബീറ്റ് ബ്രൂണോ? യെസ്, ഹി ബീറ്റ് ബ്രൂണോ. അയാള് ബ്രൂണോനെ തല്ലി. ദ പപ്പ് വെന്റ് എവേ. ഇത് കണ്ടപാടെ അത് ഓടിപ്പോയി. ഐ വിൽ കിൽ ഹിം ഇഫ് ഇറ്റ് കംസ് അഗെയിൻ. ഞാൻ അതിനെ കൊല്ലും, തിരിച്ചു വന്നാൽ ഞാൻ അതിനെ കൊല്ലും. ഹി മെസ്ഡ് അപ്പ് മൈ ഷോപ്പ്. എന്റെ കട മൊത്തം അത് നശിപ്പിക്കാൻ ശ്രമിച്ചു. വെജിറ്റബിൾ സെല്ലർ ഷൗട്ടഡ് ആംഗ്രിലി. അല്ലേ, ദേഷ്യം കൊണ്ടാണ് അയാളത് പറഞ്ഞത്. ലുക്ക് ഫാദർ, ഹി ബീറ്റ് മൈ ബ്രൂണോ. നോക്കുക വെച്ചാ അത് എന്റെ ബ്രൂണോനെ തല്ലി. സച്ചിൻ സ്റ്റാർട്ടഡ് ക്രൈയിങ്. സച്ചിൻ കരയാൻ തുടങ്ങി.
My dear, don't cry. We'll get back him. നീ കരയണ്ട, നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാം. Father patted him on his shoulder. Father എന്ത് ചെയ്തു? അവന്റെ തോളത്ത് തലോടി. It's getting late. Let's go home. ഇപ്പൊ തന്നെ നല്ലോണം നേരം വൈകി, നമുക്ക് വേഗം വീട്ടിലേക്ക് ചെല്ലാം. Why was Sachin crying? Sachin was crying because the vegetable man, he beat what? Bruno. Will he get his pup back? Yes, അല്ലേ? പപ്പിനെ തിരിച്ചു കിട്ടുമോ? കിട്ടും അല്ലേ? Yes. Where is Sachin and his father now? സച്ചിനും ഫാദറും ഇപ്പൊ എവിടെ എത്തി? ബാക്ക് ഹോം. തിരിച്ചവര് വീട്ടിലെത്തി അല്ലേ? വീട്ടിൽ എന്താ കാണുന്നത്? ലുക്ക് ഫാദർ, there's our Bruno. വീട്ടിലെത്തിയപ്പോഴാണ് അവര് കാണുന്നത് അവിടെ ബ്രൂണോ നിൽക്കണു. സച്ചിൻ ran to Bruno. സച്ചിൻ വേഗം ബ്രൂണോയുടെ അടുത്തേക്ക് പോയി. ബ്രൂണോ jumped into Sachin arms. ബ്രൂണോ കണ്ടപാടെ എന്ത് ചെയ്തു? സച്ചിന്റെ അടുത്തേക്ക് എടുത്തു ചാടി. You naughty pup, where were you? അല്ലേ, വികൃതിക്കുട്ട, നീ ഇത്ര നേരം എവിടെയായിരുന്നു? സച്ചിൻ ചോദിച്ചു. ബ്രൂണോ വാഗ്ഡ് ഹിസ് ടെയിൽ. അവൻ വാലാട്ടി അല്ലേ? സ്നേഹപ്രകടനമാണ് ആ വാലാട്ടല്. Come on dear, സച്ചിൻ hugged Bruno. സച്ചിൻ വേഗം ബ്രൂണോയുടെ അടുത്ത് കെട്ടിപ്പിടിച്ചു. Oh, you are so dirty, let's have a wash. അവൻ ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്നതല്ലേ, അപ്പൊ ദേഹം മൊത്തം പൊടിയും അഴുക്കുമാക്കി ആയിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഒന്ന് പോയിട്ട് കുളിക്കാമെന്നാണ് പറയണത്. Have you ever lost your pet? Yes, അല്ലേ? നമ്മളും ഇതേപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ പെറ്റ്സിനെ ലോസ്റ്റ് ചെയ്യാറുണ്ട്. How did you get it back? Talk about it. We'll go in search of it and finally we will find it. അല്ലേ? Then next, coming to the next, let's sing and enjoy. My puppy. My puppy has a dog house. എന്റെ നായ്ക്കുട്ടിക്ക് എന്താണ്? ഒരു വീടുണ്ട് അല്ലേ? പട്ടിക്കൂടുണ്ട്. Just outside my door. ഞങ്ങളുടെ വാതിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പട്ടിക്കൂട്. He licks me when I pet him. അപ്പൊ എന്ത് ചെയ്യും? അതെന്നെ നക്കും അല്ലേ? ഞാൻ തൊടുമ്പോ അതെന്നെ നക്കും. Wags his tail for more. എന്നിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കും. It's always there beside me. എന്റെ അരികത്ത് തന്നെ ആയിരിക്കും എപ്പോഴും. No matter what I do. ഞാൻ എന്തെന്നെ ചെയ്താലും എപ്പോഴും എന്റെ അരികിൽ തന്നെ ആയിരിക്കും. My puppy is my best special friend. അപ്പൊ എന്റെ പട്ടിക്കുട്ടിയാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, സ്പെഷ്യൽ ഫ്രണ്ട്. ആൻഡ് എ ഫാമിലി മെമ്പർ ടു അല്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. And coming to the activity, unit 1, activity 1, Sachin wants to go to some places. Sachin എന്ത് വേണം? കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാം. He says this to Bruno. അപ്പൊ ബ്രൂണോയുടെ അടുത്ത് ഇത് പറയുകയാണ്. അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം, എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫിഗറിൽ എന്താ പറയുന്നത്? ലെറ്റ്സ് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട്. നമുക്ക് പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്തിലേക്ക് പോവാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് പിക്ചർ, അടുത്ത പിക്ചറിൽ നോക്കിയിട്ട് പറയൂ, ഇതെന്താ ബ്രൂണോ സച്ചിൻ തിങ്കിങ്? ദാറ്റ് ഈസ് ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ. പൂന്തോട്ടത്തിലേക്ക് പോവാം. ഇനി അടുത്തതോ, ലെറ്റ്സ് ഗോ ടു ദ പോണ്ട്. ഇനി ഫോർത്ത് വൺ എന്താണ്? പാർക്കാണ് അല്ലെ? ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ആക്ടിവിറ്റി 2, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിൽ നോക്കിയിട്ട് എന്താ പറയേണ്ടത്? സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഡൂയിങ് സംതിങ് അല്ലെ? സച്ചിനും ബ്രൂണോവും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സേ വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് റൈറ്റ് ദം. അവരെന്തൊക്കെയാ ചെയ്യണതെന്നുള്ളത് നോക്കുക, എന്നിട്ട് അത് നമുക്ക് എഴുതാം. 1 is done for you. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. എന്താ അത്? സച്ചിൻ is patting Bruno. സച്ചിന് ബ്രൂണോനെ തലോടുകയാണ്. ബ്രൂണോ is wagging his tail. അപ്പൊ എന്താ? തലോടുമ്പോ എന്താ ചെയ്യുന്നത്? അത് വാലാട്ടിക്കൊണ്ടിരിക്കുക. സച്ചിൻ is running അല്ലെ? സച്ചിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രൂണോ is jumping. റണ്ണും ജമ്പും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്ത്? ing ആഡ് ചെയ്തു. സച്ചിൻ is reading. ബ്രൂണോ is rolling a ball അല്ലെ? പന്തുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹിയർ സച്ചിൻ is kicking a ball. പന്ത് ചവിട്ടിക്കളിക്കുക. ബ്രൂണോ ആണെങ്കിലോ is sleeping. കിക്ക്, സ്ലീപ്പ് എന്നൊക്കെ ഉള്ളത് ഇവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇനി കമ്മിങ് ടു ദ ആക്ടിവിറ്റി 3, സച്ചിൻ is in the town. സച്ചിൻ എവിടെയാണ്? ടൗണിലാണ്. He want to go to the toy shop first. അവൻ എവിടേക്കാണ് ആദ്യം പോകേണ്ടത്? ഒരു ടോയ് ഷോപ്പ് അല്ലെ? ടോയ്സ് ഉള്ള ഷോപ്പിലേക്കാണ് പോകേണ്ടത്. Then he കളിപ്പാട്ടങ്ങളുള്ള കടയിലേക്ക്. Then he would like to go to the book stall and later to the park. ആദ്യം എവിടെ പോകണ്ടേ? ബുക്ക് സ്റ്റാളിലേക്ക് പോകണം, അതിന് ശേഷമാണ് പാർക്കിലേക്ക് പോകേണ്ടത്. But he does not know how to reach these places. പക്ഷെ അവന് അറിയില്ല എങ്ങനെയാണ് അവിടെ എത്തുക എന്നുള്ളത്. Given him the proper direction. അവരും പ്രോപ്പർ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. Give him അല്ലേ? പ്രോപ്പർ ഡയറക്ഷൻ കൊടുക്കാം. 1 is done for you. എന്താ? വാക്ക് സ്ട്രൈറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് വാക്ക് ചെയ്യുക. ഓക്കെ, സോ ഹി ഈസ് വാക്കിംഗ് സ്ട്രൈറ്റ്. ആഫ്റ്റർ ദാറ്റ് ടേൺ ലെഫ്റ്റ്. ടേൺ ലെഫ്റ്റ്.
Go straight. You will reach the toy shop. Toy shop എത്തിയില്ലേ? ഇനി അടുത്തത് ബുക്ക് സ്റ്റോളിൽ എത്താൻ എന്താ ചെയ്യാ? Walk straight. After that, turn right. നമ്മുടെ കൈ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അത് ആ ഭാഗത്താണ് right. He will reach the bookstall. Bookstall എത്തി. Then ഇനി അടുത്ത ഫിഗറിൽ എന്താണ്? പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പോകേണ്ടത്, പാർക്കിലേക്ക്. അപ്പൊ എന്താ? Walk straight. Straight ആയി വാക്ക് ചെയ്തു. Turn left. Turn left. Then go straight. Turn right. Where he will reach? He will reach the park. Okay. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ? ലുക്ക് അറ്റ് ദ പിക്ചർ, റൈറ്റ് എ സെന്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ്. അപ്പൊ ഈ പിക്ചർ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സെന്റൻസ് വീതം നമ്മൾ അതിൽ എഴുതണം. ഓക്കെ, ഇതിലെന്താ? ഈ ട്രെയിൽ എന്താ ഉള്ളത്? ഒരു ക്യാരറ്റ്. ദർ ഇസ് എ ക്യാരറ്റ് ഓൺ ദ പ്ലേറ്റ്. അപ്പൊ പ്ലേറ്റിൽ എന്താ ഉള്ളത്? ക്യാരറ്റ് ആണ് ഉള്ളത് അല്ലെ? ഓൺ ദ പ്ലേറ്റ് ദർ ഇസ് എ ക്യാരറ്റ്. ഈ പ്ലേറ്റിൽ എത്ര ക്യാരറ്റ്സ് ഉണ്ട്? 2 carrots. അപ്പൊ there are some carrots in the basket അല്ലെ? 2 അല്ല, 3 or 4 ഉണ്ട്. അപ്പൊ there are some carrots in the basket. Dash on the swing. Dash on the swing. ഈ ഊഞ്ഞാലിൽ ആരായിരിക്കണേ? The boys. There is a boy on the swing അല്ലെ? അവിടെ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഇനി സീസോയിൽ ആരാ? 2 കുട്ടികളുണ്ട്. അപ്പൊ there are 2 children on the seesaw. 2 കുട്ടികൾ ആ സീസോയിൽ ഇരിക്കുന്നുണ്ട്. There is a girl on the slide. ആ സ്ലൈഡിൽ ഒരു സെല്ലാരുള്ളത് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത് അല്ലെ? There is a boy on the road. ബെഞ്ച് അല്ല, ഇത് മിസ്റ്റേക്ക് ആണ്. There is a boy on the road. ഈ റോഡിൽ ആരാള്ള? ഒരു ആൺകുട്ടിയാണ് അല്ലെ? There is a pumpkin on the bench. ആ ബെഞ്ചിൽ എന്താ ഉള്ള? ഒരു പംകിൻ ആണ്. പിന്നെ there are pumpkins in the basket. ബാസ്കറ്റിൽ എന്താ ഉള്ള? പംകിൻസ് ആണ് ബാസ്കറ്റിൽ ഉള്ളത്. Activity 5. Sachin saw Bruno running out of the gate. Sachin എന്താ കാണുക? ബ്രൂണോ ഗേറ്റിന്റെ പുറത്തേക്ക് പോണത് കാണും അല്ലെ? Sachin tried to stop him. Sachin അവനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കും. But he could not. അവനത് പറ്റില്ല. He ran to his father. അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറയും? What will Sachin tell his father? Sachin will tell his father that Bruno went out. Bruno എന്ത് ചെയ്തു? Went out. Okay. What will his father say? Come, let's go at. Okay. Come, let's go. And fine. Write the conversation between Sachin and his father. Sachin father. Bruno ran out. അപ്പൊ ഫാദർ ചോദിക്കുക, was the gate open? ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നോ? Sachin, yes, please come with me father. Let's go and look for him. അപ്പൊ എന്റെ കൂടെ ഒന്ന് വരുമോ? നമുക്ക് പോയിട്ട് അവനെ ഒന്ന് അന്വേഷിക്കാം. Father, okay, don't worry, come, let's go. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? വിഷമിക്കണ്ട, നമുക്ക് പോയി അന്വേഷിക്കാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 6. It's getting late, let's go home. Sachin and his father started walking home. അപ്പൊ അവിടെയൊക്കെ അന്വേഷിച്ച ശേഷം അവരെന്ത് ചെയ്യും? സമയം ഏറെ വൈകി, നമുക്ക് തിരിച്ച് എവിടേക്ക് പോവാം? വീട്ടിലേക്ക് തിരിച്ചു പോവാം. സച്ചിൻ ഇത് കേട്ടപ്പോ നല്ല വിഷമം തോന്നി അല്ലെ? തോട്ട് അബൌട്ട്, അവൻ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ബ്രൂണോനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വാട്ട് വുഡ് ഹി തിങ്ക് അബൌട്ട് ബ്രൂണോ? റൈറ്റ് ദ തോട്ട്സ് ഓഫ് സച്ചിൻ. അപ്പൊ ബ്രൂണോനെ കുറിച്ച് അവൻ എന്താ ചിന്തിക്കണ്ടായിരുന്നത്? വേർ ഈസ് മൈ ബ്രൂണോ? വിൽ ഹി കം ബാക്ക്? അല്ലെ, എന്റെ ബ്രൂണോ എവിടെയായിരിക്കും? അവൻ തിരിച്ചു വരുമോ? ആ വ്യക്തി അവനെ തല്ലു. ഇതൊക്കെയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. Activity 7. അതിലെന്താ? Bruno went to the vegetable shop. Name the vegetables Bruno saw there. അപ്പൊ ബ്രൂണോ ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നു? വെജിറ്റബിൾ ഷോപ്പിലേക്ക് ഉണ്ടായിരുന്നു അല്ലെ? അവിടെ അവൻ കണ്ടത് എന്തൊക്കെയാ? അതിനുള്ള ചില ക്ലൂസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് കളർ ഈസ് ഓറഞ്ച്. കളർ ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലെ? റാബിറ്റ്സ് ലൈക്ക് ഇറ്റ്. അപ്പൊ ഫുൾ ക്ലൂ ആയി. എന്താ അത്? ക്യാരറ്റ്. CARROT. ഇറ്റ് ഈസ് സ്വീറ്റ്. ഓക്കെ. Then next one, it is round. അപ്പൊ നമുക്ക് അത്ര കിട്ടിയില്ലേ? ഇറ്റ്സ് ബിഗ്. No, it looked like a football, so it's pumpkin. Okay, then draw a vegetable you like. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന പൊട്ടറ്റോ. You can write tomato, anything you can write. Okay, and you have to write a few sentences about it. അതിനെക്കുറിച്ച് 2-3 സെന്റൻസ് നിങ്ങൾ എഴുതണം. പൊട്ടറ്റോ ആകുമ്പോൾ എന്താ? സ്റ്റാർച്ചി വെജിറ്റബിൾ അല്ലേ? സ്റ്റാർച്ച് കൂടുതലുള്ളത് ഏതിലാ? പൊട്ടറ്റോ. Then most favorite food for children. എല്ലാ കുട്ടികൾക്കും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പലഹാരം ഇഷ്ടമാണ്. Found underground. മണ്ണിനടിയിലാണ് ഇത് നമ്മൾ കാണാറ്. ക്രിപ്സി ചിപ്സ് മെയ്ഡ് ഫ്രം ഇറ്റ് അല്ലേ? നല്ല മുറുമുറ നല്ല ചിപ്സ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇനി അടുത്തത് എന്താ? പ്രൊജക്റ്റ് ആണ്.
Vegetables are good for our health. Name the vegetables we commonly use. അപ്പോൾ vegetables എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ് അല്ലേ? Name the vegetables we commonly use. അപ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിനെ പറ്റി എഴുതാം. Now look at the table given below. Complete the columns. ഈ columns നമ്മൾ fill ചെയ്യണം. Okay. First എന്താ തന്നിരിക്കുന്നത്? ചില്ലി ആണ്. ചില്ലി is a vegetable. Color എന്താ? Green color ആണ് ചില്ലി അല്ലേ? When it is dry, it becomes red. ഉണങ്ങുമ്പോഴാണ് റെഡ് കളർ ആവുക. ടേസ്റ്റ് ഹോട്ട് അല്ലേ? നല്ല എരിവാണ്. സൈസ് ആണെങ്കിലോ സ്മോൾ ആൻഡ് ബിഗ് സ്മോൾ സൈസ്. ഹാർഡ് ഓർ സോഫ്റ്റ്? സോഫ്റ്റ് ആണ് അല്ലേ? ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ് ആണ്. അടുത്ത പിക്ചറിൽ എന്താ ഉള്ളത്? പംകിൻ ആണ്. കളറോ? ഇറ്റ് ഈസ് ഓറഞ്ച് ഇൻ കളർ അല്ലേ? പിന്നെ പംകിൻ ഈസ് സ്വീറ്റ്. ടേസ്റ്റ് സ്വീറ്റ് ആണ്. സൈസോ? ബിഗ് ഇൻ സൈസ്. ഇറ്റ് ഈസ് ഹാർഡ് ഓർ സോഫ്റ്റ്? ഇറ്റ് ഈസ് ഹാർഡ്. ഇനി നെക്സ്റ്റ് വൺ ഇതെന്താ? കൈപ്പയ്ക്ക. ബിറ്റർ ഗാർഡ്. Okay, what is the color? Color it is green. അപ്പോൾ ഈ വെജിറ്റബിൾസിന്റെ പേരൊക്കെ നമ്മളൊന്ന് പഠിക്കണം. Okay. Then taste എന്താണ്? Bitter taste ആണ്. Size വന്നിട്ട് medium size അല്ലേ? Not small or big, it is medium in size. Hard or soft ആണോ? Hard ആണ് അല്ല soft ആണ് അല്ലേ? Bitter gourd. Next one it is cabbage. Cabbage ആണെങ്കിലോ it is green in color അല്ലേ? പച്ച കളറാണ് cabbage. ഇപ്പോൾ violet കളറിലും ഉണ്ട്. Taste ആണെങ്കിൽ ostrich. Oyster means ഒരു ചവർ പോലത്തെ ടേസ്റ്റ് അല്ലേ അത് കഴിക്കുമ്പോൾ. സൈസ് ഇറ്റ് ഈസ് മീഡിയം ഇൻ ഇറ്റ് സൈസ്. ഹാർഡ് ആണ് കാരണം ഓരോ ഇലകൾ എടുക്കുമ്പോൾ മാത്രമാണ് അത് സോഫ്റ്റ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു ഹാർഡ് ആണ്. അടുത്തത് ബീട്രൂട്ട്. എന്താ കളർ? പിങ്ക് കളർ അല്ലേ? ടേസ്റ്റോ? സ്വീറ്റ് ടേസ്റ്റ് ആണ്. സ്മോൾ ഇറ്റ് സൈസ് സ്മോൾ ആണ്. ഹാർഡ് ആണ് അല്ലേ? മൊത്തത്തിൽ അതൊരു ഹാർഡാണ്. ആഷ് ഗാർഡ്. കുമ്പളങ്ങ. ഗ്രീൻ ഇൻ കളർ ആൻഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സോർ ടേസ്റ്റ്. സൈസ് മീഡിയം സൈസ് അല്ലെ? ഹാർഡ് ആണ്. നെക്സ്റ്റ് ഫിഗർ ഈസ് ലേഡീസ് ഫിംഗർ. ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ, ഓസ്റ്റർ, സ്മോൾ ആൻഡ് സോഫ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെ? മധുരക്കിഴങ്ങ്. റെഡിഷ് ഇൻ കളർ, സ്വീറ്റ് ആണ്, മീഡിയം സൈസ് ആണ്, ഹാർഡ് ആണ് അല്ലെ? നെക്സ്റ്റ് ഈസ് ഐവറി ഗാർഡ്. കോവയ്ക്ക. ഗ്രീൻ കളർ, സോർ, സ്മോൾ ആൻഡ് സോഫ്റ്റ്. ക്യാരറ്റ്. ഓറഞ്ച്, സ്വീറ്റ്, മീഡിയം ആൻഡ് ഹാർഡ്. അപ്പൊ ഇതൊക്കെയാണ് വെജിറ്റബിൾസിന്റെ പെക്യൂലിയാരിറ്റീസ്, പ്രത്യേകത. ഓക്കെ, ഡു യു ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിലും പച്ചക്കറി തോട്ടം ഉണ്ടോ? യെസ്, യു ആർ ഹാവിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ. നെയിം ദ വെജിറ്റബിൾസ് യു ഗ്രോ ദെയർ. എന്തൊക്കെ പച്ചക്കറികളാണ് നമ്മൾ അവിടെ വളർത്താറ്? നമ്മുടെ ഇതിൽ കോമൺലി ഉള്ളത് പച്ചമുളക്, തക്കാളി, ലൈക്ക് ദാറ്റ്. ഓക്കെ, ചില്ലി, ടൊമാറ്റോ ഒക്കെ എഴുതാം. I know, I like Bruno's story. I can identify the different places where Bruno went. I can imagine what he thinks when he was there. അപ്പോൾ ബ്രൂണോയുടെ സ്റ്റോറി എന്താ ഇഷ്ടമായി അല്ലേ? Can identify the different places. ബ്രൂണോ പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. Can imagine what he thinks when he was there. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് തന്നെ സ്വയം അവിടുന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ? ബ്രൂണോ പോയ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ. Write the places where Bruno is on the lines below the picture. ആ പിക്ചറുടെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? Where he is Bruno now. Okay. So coming here, what is given? ഈ സൈഡിൽ എന്താ തന്നിരിക്കുന്നത്? ഈ സെന്റൻസ് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതണം. Where is Bruno now? See here. What is he doing? Swinging അല്ലേ? അപ്പൊ Bruno is in the park. അപ്പൊ എന്താ പറയണ? അവൻ എന്താ ചിന്തിക്കുന്നത്? ലെറ്റ് മീ സിറ്റ് ഓൺ ദി സ്വിംഗ്. അപ്പൊ ബ്രൂണോ ആണ് ചിന്തിക്കുന്നത്. ബ്രൂണോ ചിന്തിക്കുന്നതാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. ഇറ്റ്സ് നോട്ട് സച്ചിൻ, ഇറ്റ് ഈസ് ബ്രൂണോ. വെർ ഈസ് ബ്രൂണോ നൗ? ബ്രൂണോ ഇറ്റ് ഈസ് ഗോയിങ് ആഫ്റ്റർ ദ കണ്ടില്ലേ ബലൂൺ കൊണ്ടുപോകുന്ന ആളുടെ ബാക്കിലാണ് ബ്രൂണോ. ഓ സോ കളർഫുൾ, ഐ വാണ്ട് വൺ. അപ്പൊ ഇതിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ് ഉണ്ട് അല്ലെ? അതിലൊന്ന് എനിക്ക് വേണം. ബ്രൂണോ ഈസ് ഗോയിങ് ആഫ്റ്റർ ദ ബലൂൺ മാൻ. അതാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ഈസ് ഇൻ ദ വെജിറ്റബിൾ മാർക്കറ്റ്. വാട്ട് യു ഹാവ് ടു റൈറ്റ്? ലെറ്റ് മീ കിക്ക് ദ ബോൾ. അപ്പൊ ഏതാ? പൊട്ടറ്റോനെയാണ് ബോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കിക്ക് ചെയ്യണത് അല്ലെ? ബ്രൂണോ ഇസ് ദ വെജിറ്റബിൾ മാർക്ക്. ഇനി അടുത്ത എന്താ? ബ്രൂണോ ഗേറ്റിലാണ്. അപ്പൊ സച്ചിൻ എന്താ തിങ്ക് ചെയ്യണ? വാട്ട് ഈസ് തിങ്കിങ്? വെർ ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നുള്ള സെന്റൻസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇത്രയുമാണ് എന്താ ബ്രൂണോ ദ പപ്പി എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഇതിലെ ആക്ടിവിറ്റീസും ഫുൾ എക്സ്പ്ലനേഷനും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് ടു സീ ദിസ് വീഡിയോ 2 or 3 times. ഓൺലി ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് subscribe my channel. Okay, thank you.